മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതമായ രണ്ട് മുഖങ്ങളാണ് നടിമാരായ അർച്ചന സുശീലിന്റെയും ആര്യ ബെഡായുടെയും. ഇരുവരും തമ്മിൽ ചെറിയൊരു ബന്ധവുമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന അർച്ചന ആര്യയെയും സുഹൃത്ത് രഞ്ജിനി ഹരിദാസിനെയും കാണുവാനെത്തിയ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഈ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലുമാണ്. അതേസമയം വർഷങ്ങൾ എത്ര കടന്നുപോയാലും അർച്ചന മലയാളികൾക്ക് ഗ്ലോറിയും ആര്യ രമേഷ് പിഷാരടിയുടെ ഭാര്യയുമാണ്. ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് അർച്ചന സുശീലൻ. സീരിയലുകളിലെ നെഗറ്റീവ് കഥാപാത്രങ്ങളിലൂടെ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടി കൂടിയാണ് അർച്ചന. എന്റെ മാനസപുത്രി എന്ന ജനപ്രിയ സീരിയലാണ് അർച്ചനയുടെ മിനി സ്ക്രീൻ ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിന്റായി മാറിയത്. അർച്ചന സുശീലൻ എന്റെ മാനസപുത്രിക്ക് ശേഷവും നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സീരിയലുകളിലൂടെ മാത്രമല്ല ബിഗ് ബോസ് ഷോയിലൂടെയും അർച്ചന പ്രേക്ഷകർക്ക് ശ്രദ്ധേയാണ്. നിരവധി സീരിയലുകളിൽ അഭിനയിച്ചെങ്കിൽ പോലും ബിഗ് ബോസ് സീസൺ 1 മത്സരിക്കുവാൻ എത്തിയപ്പോഴാണ് അർച്ചനയെ കൂടുതലും പ്രേക്ഷകർ അറിയുന്നത്. ആദ്യ വിവാഹബന്ധത്തിലായിരുന്നപ്പോഴാണ് അർച്ചന ബിഗ് ബോസിൽ പങ്കെടുക്കുവാൻ എത്തുന്നത്. 1ാം സീസണിൽ ഏറ്റവും ശക്തിയായി നിലകൊണ്ട മത്സരാർത്ഥികളിൽ ഒരാളുമായിരുന്നു അർച്ചന സുശീലൻ. തന്റെ പേര് അർച്ചനയാണെന്ന് പലരും മനസ്സിലാക്കിയത് താൻ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണെന്ന് അർച്ചന മുൻപ് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം മാനസപുത്രിയിലെ ഗ്ലോറിയെ അവതരിപ്പിച്ചതിനു ശേഷം എല്ലാവരും അർച്ചനയെ ഗ്ലോറി എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. വിവാഹമോചനത്തിന് ശേഷമാണ് അർച്ചന വീണ്ടും അഭിനയത്തിൽ സജീവമായത്. പാടാത്ത പൈകിളി എന്ന സീരിയലിലാണ് അർച്ചന അവസാനമായി അഭിനയിച്ചത്. രണ്ടാമതും വിവാഹിതയായതോടെ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് അർച്ചന ഇപ്പോൾ. അഭിനയമൊക്കെ വിട്ട് ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം അർച്ചന US സ്ഥിര താമസമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അർച്ചനയുടെ അച്ഛൻ മലയാളിയും അമ്മ നേപ്പാളിയുമാണ്. രോഹിത്, കൽപ്പന എന്നിവരാണ് അർച്ചനയുടെ സഹോദരങ്ങൾ. അതേസമയം ആര്യയ്ക്ക് കരിയർ ബ്രേക്ക് ആകുന്നത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ബെഡായ് ബംഗ്ലാവ് എന്ന ജനപ്രിയ പരിപാടിയാണ്. ആര്യയും ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥിയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരും അഭിനേത്രികളാണ്, മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളുമാണ്. എന്നാൽ പക്ഷെ ഇതൊന്നുമല്ല, ഇതിനേക്കാളും ശക്തമായൊരു ബന്ധം ആര്യയും അർച്ചനയും തമ്മിലുണ്ട്. ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഒരുപക്ഷെ പല പ്രേക്ഷകർക്കും ആരാധകർക്കും അറിയാനും കഴിയില്ല. അർച്ചനയുടെ സഹോദരൻ രോഹിത് സുശീലിനെ ആയിരുന്നു ആര്യ വിവാഹം കഴിച്ചത്. ആ ബന്ധത്തിൽ ആര്യയ്ക്ക് പിറന്ന മകളാണ് റോയ് എന്ന് വിളിപ്പേരുള്ള ഖുഷി. കുടുംബജീവിതത്തിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ആര്യയും രോഹിത്തും വേർപിരിയുന്നത്. അതിനുശേഷം റോയിയുടെ സംരക്ഷണം ആര്യയ്ക്കായി. എന്നാൽ ഇടയ്ക്കിടെ അച്ഛനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമൊപ്പം സമയം ചെലവഴിക്കുവാൻ മകളെ അവർക്കൊപ്പം ആര്യ അയക്കാറുമുണ്ട്. മകളുടെ പിതാവെന്ന രീതിയിൽ ഇപ്പോഴും രോഹിത്തുമായി ആര്യ ബന്ധം പുലർത്തുന്നുണ്ട്. ആര്യയും രോഹിത്തും വേർപിരിഞ്ഞുവെങ്കിലും രോഹിത്തിന്റെ സഹോദരി അർച്ചന അടക്കമുള്ളവരുമായി ആര്യയ്ക്ക് നല്ല ബന്ധം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പൊതുവെ വിവാഹമോചനങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഭർത്താവിന്റെ വീട്ടുകാരുമായി അടക്കം അകലം പാലിക്കുകയാണ് സ്ത്രീകൾ ചെയ്യാറുള്ളത്. മക്കളെയും ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കും. എന്നാൽ പക്ഷെ ആര്യ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും ഭർത്താവിനെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ ഇകഴ്ത്തി സോഷ്യൽ മീഡിയയിലൊന്നും സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാകും ഇപ്പോഴും ഭർത്താവിന്റെ സഹോദരിയുമായും അടക്കം ആര്യയ്ക്ക് നല്ല ബന്ധം നിലനിർത്തുവാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി അർച്ചന അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. 2021 പ്രവീൺ നായർ വിവാഹം ചെയ്തതിനു ശേഷം കാലിഫോർണിയയിൽ സെറ്റിൽഡാണ് അർച്ചന. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം കോവിഡ് കാലത്ത് കാലിഫോർണിയയിൽ വെച്ച് ലളിതമായ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത്. ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇരുവർക്കും കുഞ്ഞു പിറക്കുകയും ചെയ്തു. എന്നാൽ കുഞ്ഞു പിറന്നതിന് ശേഷം ഇതുവരെയും അർച്ചന ഇന്ത്യയിലേക്ക് വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആര്യയും കുഞ്ഞിനെ കണ്ടിരുന്നില്ല. ഇപ്പോഴിതാ വളരെ നാളുകൾക്ക് ശേഷം ഇന്ത്യയിൽ തിരികെ എത്തിയ അർച്ചന ഭർത്താവിനും മകനുമൊപ്പം ആര്യയെയും മകളെയും കാണുവാനെത്തി. ഇതിന്റെ സന്തോഷം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആര്യയും പങ്കുവച്ചിട്ടുണ്ട്. ഒടുവിൽ ഏറെ നാളായി കാത്തിരുന്ന ഒരു മീറ്റ് നടന്നു. എന്റെ ബട്ടർ ബോളിനെ നോക്കൂ, ക്യൂട്ട് ബേബി മരുമകൻ. മറ്റൊരു കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന അമ്മയിൽ ആദ്യമായി ഖുഷി ചേച്ചി ഇംപ്രസ്ഡ് ആയെന്നാണ് അർച്ചനയുടെ മകനെ എടുത്തു നിൽക്കുന്ന ചിത്രം പങ്കിട്ടുകൊണ്ട് ആര്യ കുറിച്ചത്. ആര്യയും മകളെയും മാത്രമല്ല, പ്രിയപ്പെട്ട സുഹൃത്ത് രഞ്ജിനി ഹരിദാസിനെയും അർച്ചനയും കുടുംബവും കൊച്ചിയിലെത്തി സന്ദർശിക്കുകയുണ്ടായി. ആര്യയുടെ ഒരു കുറിപ്പ് വൈറലായതോടുകൂടി ഏറെയും പേർ ആര്യ അർച്ചന ബന്ധം എന്താണെന്നാണ് കമന്റ് ബോക്സിൽ തിരക്കിയത്. മീഡിയയിൽ സജീവമാകുന്നതിന് മുൻപായിരുന്നു രോഹിത്തുമായുള്ള ആര്യയുടെ വിവാഹവും വിവാഹമോചനവും എല്ലാം നടന്നത്. ഈ കഴിഞ്ഞ വർഷം താൻ അമ്മയായ സന്തോഷം നടി അർച്ചന ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചതും ശ്രദ്ധേയമായിരുന്നു. ഡിസംബർ 28-ന് ഞങ്ങൾക്കൊരു ആൺകുഞ്ഞു പിറന്നുവെന്നാണ് കുഞ്ഞു പിറന്ന സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം അർച്ചന കുറിച്ചത്. ഭർത്താവ് പ്രവീൺ നായർക്കൊപ്പം നിറവേറോടെ നിൽക്കുന്ന ചിത്രം പങ്കിട്ടാണ് അമ്മയാകാൻ പോകുന്ന സന്തോഷം അർച്ചന നേരത്തെ പോസ്റ്റ് ചെയ്തത്. സീരിയൽ, സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേരാണ് താരത്തിനും ഭർത്താവിനും ആശംസകൾ നേർന്ന് എത്തിയിരുന്നത്. ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾക്ക് കീഴിലും നിരവധി പേർ കമന്റുകൾ കുറിക്കുന്നുണ്ട്. ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷമാണ് അർച്ചന പ്രവീണിനെ വിവാഹം ചെയ്യുന്നത്. 2021 പ്രവീൺ നായരുമായി അർച്ചനയുടെ വിവാഹം. അമേരിക്കയിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചപ്പോൾ വൈറലായി മാറിയിരുന്നു. അമേരിക്കയിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് അർച്ചനയുടെ വിവാഹം നടന്നത്. വിവാഹത്തിന് മുമ്പ് ഏറെ നാൾ പ്രവീണുമായി പ്രണയത്തിലായിരുന്ന അർച്ചന ഇടയ്ക്കിടെ പ്രവീണിനൊപ്പമുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ടായിരുന്നു. പ്രവീണുമായുള്ള വിവാഹത്തിന് ശേഷം അർച്ചന അമേരിക്കയിൽ തന്നെയായിരുന്നു. 2014 മനോജ് യാദവുമായിട്ടായിരുന്നു അർച്ചനയുടെ ആദ്യ വിവാഹം നടക്കുന്നത്. അതേസമയം ആര്യയുടെ മുൻ ഭർത്താവും അർച്ചനയുടെ സഹോദരനുമായ രോഹിത്
അർച്ചനയുടെ രണ്ടാം വിവാഹം നടക്കുന്ന സമയത്താണ് മറ്റൊരു വിവാഹം കഴിക്കുന്നത്. രോഹിതിന് ഇപ്പോൾ ആ ഒരു ബന്ധത്തിൽ കുഞ്ഞുമുണ്ട്. എന്നാൽ ആര്യയ്ക്കൊരു പ്രണയബന്ധം ഈ അടുത്തുണ്ടായിരുന്നുവെങ്കിലും അത് വിവാഹത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവസാനിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.